ഭക്ഷണം കഴിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുഞ്ചിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നബി തങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അതെല്ലാം സ്വഹാബത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പുഞ്ചിരിയെ കുറിച്ച് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിനെ കുറിച്ച് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ എല്ലാ സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളൊന്ന് സ്നേഹിക്കണ്ടേ? റബീഉൽ അവ്വൽ കഴിയാറായിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ആരൊക്കെയാണ് മൗലിദ് ചൊല്ലിയിട്ടുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ആരാണ് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുള്ളത്? ആ നബി തങ്ങളെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോ അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോ അവിടുത്തെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. നിങ്ങൾ ഹോറസൗർ ഗുഹ കണ്ടിട്ടില്ലേ? നിങ്ങളതാ ഇറാ ഗുഹ കണ്ടിട്ടില്ലേ? ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഹോറസൗർ ഗുഹയിലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ക്ഷീണിക്കുമ്പോ, നബി തങ്ങൾക്ക് അസ്വസ്ഥത വന്നപ്പോ നബി തങ്ങളെ തോളിലേറ്റിക്കൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നടക്കുകയാണ്. ഇന്ന് സൗർ ഗുഹയിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകളുണ്ട്, അന്ന് സ്റ്റെപ്പുകളില്ല. അന്ന് ഓരോ പാറക്കല്ലുകളും താണ്ടി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗുഹയിലേക്ക് സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളെ സ്നേഹിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് നബി തങ്ങളെ സ്നേഹിച്ചു. നബി തങ്ങളെ സ്നേഹിച്ചവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതാ അബൂബക്കറുൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് ശിബിലി. ആ ശിബിലി എന്ന് പറയുന്ന ആ ശിബിലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ നാട്ടിൽ ജീവിക്കുമ്പോ എല്ലാവരും ഭ്രാന്തനെ പോലെ കണ്ടു. ശിബിലിയെ എല്ലാവരും ഒരു ഭ്രാന്തനെ പോലെ കണ്ടു. എന്നാൽ മഹാനായ അബൂബക്കറുൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിലേക്ക് അതാ ഈ ശിബിലി എന്ന് പറയുന്ന ഭ്രാന്തനെ പോലെ കണ്ട ഈ മനുഷ്യനതാ നബി തങ്ങളുടെ മജ്‌ലിസിലേക്ക് വരുമ്പോ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ശിബിലിയെ ബഹുമാനിക്കുന്നു. എല്ലാവരും ഭ്രാന്തനെ പോലെ കണ്ട ആ ശിബിലിയുടെ നെറ്റിത്തടത്തിലേക്ക് നബി തങ്ങൾ ചുംബിക്കുമ്പോ ഈ മഹാന നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞങ്ങളെല്ലാവരും ഭ്രാന്ത
ചാന്തനെ പോലെ കണ്ട ഈ ശിബിലിയെ തങ്ങൾ ബഹുമാനിക്കാനുള്ള കാരണമെന്താ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ശിബിലിയുണ്ടല്ലോ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് പറയുന്ന മുത്തുനബി തങ്ങളുടെ പേരിലുള്ള ഈ ആയത്ത് ശിബിലി എന്ന് പറയുന്ന മഹാനോദുകയും സ്വലാത്തുകളും ചൊല്ലാറുണ്ട്. ഇങ്ങനെ ഈ അമൽ ചെയ്യുന്ന കാരണം കൊണ്ട് ഈ ശിബിലിയെ നബി തങ്ങൾ ബഹുമാനിച്ചു. ഓ എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം എത്രയോ തെറ്റ് ചെയ്യുന്നവരാ, എത്രയോ ഗീബത്ത് പറയുന്നവരാ. എല്ലാ അമലുകൾക്കും ഒരുപാട് ഡിമാൻഡുകളുണ്ട്, ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ അസ്സലാത്തു നൂറുൻ ഫിൽ ഖബരി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ആര് ചൊല്ലിയിട്ടുണ്ടോ അവർക്ക് പരാജയമില്ല, അവർക്ക് ദുനിയാവിൽ ടെൻഷനില്ല, ആഖിറത്തിൽ ടെൻഷനില്ല. ആരാരുമില്ലാത്ത ഖബറിലെത്തുമ്പോ ആ ഖബറിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ കണ്ണുകളെ കൊണ്ട്, നമ്മുടെ വായകളെ കൊണ്ട്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ഹറാമ് ചെയ്യല്ല. ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ മക്കളുടെ ഏത് പരിപാടിയാണോ നമ്മൾ മുന്നിലുണ്ട്, നമ്മളുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാകുന്ന ഈ മാസത്തിൽ എത്ര വീടുകളിലാണ് മൗലിദ് സംഘടിപ്പിച്ചിട്ടുള്ളത്, എത്ര ആളുകളാണ് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരുപാട് ക്യാഷുകൾ നമുക്കുണ്ടോ? എന്നാൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മജ്‌ലിസ് സംഘടിപ്പിക്കാൻ, അവിടുത്തെ മദ്ഹിയാൻ നമ്മൾ മുൻപന്തിയിലില്ല. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹാനവറുകളോട് നബി തങ്ങൾ ചോദിച്ചു, ഓ ഉമറേ, നീ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ആദ്യം എന്നെ സ്നേഹിക്കുന്നു, പിന്നെ തങ്ങളെ സ്നേഹിക്കുന്നു. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, ഉമറേ, നിന്റെ ഈമാന് റെഡിയായിട്ടില്ല, ഈമാന് പൂർത്തിയായിട്ടില്ല. വീണ്ടും നബി തങ്ങൾ ചോദിക്കുന്നു, ഉമറേ, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ആ സമയത്ത് പറയുന്നു, നബിയേ, ഞാൻ ആദ്യം തങ്ങളെ സ്നേഹിക്കുന്നു, പിന്നെയാണ് എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ റെഡിയായി ഉമറേ. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണോ? ആ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് തുപ്പുമ്പോ അത് ഭൂമിയിൽ പതിക്കാൻ സ്വഹാബത്ത് അനുവദിക്കാറില്ല. സ്വഹാബത്ത് കൈനീട്ടി സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ശഅറ മുബാറക് വിതരണം ചെയ്യുമ്പോൾ
അതെല്ലാം സഹാബത്ത് ഏറ്റുവാങ്ങുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അവിടുത്തെ പേരക്കിടാങ്ങളിൽപ്പെട്ട അവിടുത്തെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട ജിഫിരി കല്ലടിക്കോട് തങ്ങൾ എന്ന് പറയുന്ന മഹാനവറുകളാണ് നമ്മുടെ ഈ ആത്മീയ നേതൃത്വം, ഈ മജ്‌ലിസിന് നേതൃത്വം നൽകുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്രസയിൽ മഹ്ളറത്തുൽ ബദരിയ നടക്കുന്നു. വരാൻ തൗഫീഖുള്ളവരുണ്ട്. മഹ്ളറ നടക്കുമ്പോ മഹ്ളറയിൽ വരാൻ സാധിക്കാത്തവരുണ്ട്. അവർക്ക് ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ പരിസര പ്രദേശങ്ങളിൽ എത്രയോ സ്ത്രീകളാണ് മഹ്ളറക്ക് വരുന്നത്, എത്രയോ സ്ത്രീകളാണ് മഹ്ളറക്ക് വരാത്തത്. അതിനവർക്ക് ഭാഗ്യം അല്ലാഹു കൊടുത്തിട്ടില്ല. ഈ മജ്‌ലിസിൽ എത്രയോ, ഈ പരിസരത്ത് എത്രയോ ആളുകളുണ്ട്, അവർക്കൊന്നും ഈ മജ്‌ലിസിൽ വരാൻ അല്ലാഹു നൽകിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അല്ലാഹു തആല ആഫിയത്ത് ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാന്, ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോ, നിങ്ങളെങ്ങാനും നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു, സയ്യിദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. റബ്ബ് തആലാന്റെ വെള്ളം കുടിച്ചിട്ട് അല്ലാഹു തആല ആരോഗ്യം ഉപയോഗിച്ച് ആ റബ്ബിനെ എതിര് ചെയ്യില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളിയിൽ നടക്കുന്ന, നമ്മുടെ ഈ പള്ളിയിലെല്ലാ മാസവും അസ്മാഉൽ ഹുസ്ന മജ്‌ലിസ് നടക്കുന്നുണ്ട്. മഹ്ളറത്തുൽ ബദരിയ നമ്മുടെ മദ്രസയിൽ നടക്കുന്നുണ്ട്. ആ ഡേറ്റുകളെല്ലാം നാം ആദ്യമേ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡേറ്റുകളാവുമ്പോ നമ്മുടെ എല്ലാ തിരക്കുകളും ഒന്ന് മാറ്റിവെക്കുക, ആ മജ്‌ലിസിലൊന്ന് പങ്കെടുക്കുക. നമ്മുടെ തിരക്കുകളെല്ലാം മാറുന്നൊരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസം അറിയുമോ? നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ നമ്മുടെ കണ്ണുകൾ അടയുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ മക്കളെല്ലാം കരയുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ പ്രസവിച്ച ഉമ്മ പോലും ഉപ്പ പോലും നമ്മുടെ സുഹൃത്തുക്കള് പോലും, എത്ര നമ്മുടെ എല്ലാ കൂടെ പഠിച്ച സുഹൃത്തുക്കള്, നിഴലുപോലെ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കള് പോലും മയ്യത്ത് എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. മുഅ്മിനീങ്ങളെ, ഖബറിൽ കിടക്കുമ്പോ രക്ഷ വേണോ? മഹ്ളറത്തുൽ ബദരിയക്ക് പങ്കെടുത്തോ, സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുത്തോ. നാം നിസ്കരിക്കുന്ന നിസ്കാരത്തിന് 14 ഫർളുകളുണ്ട്, 5 ഷർത്തുകളുണ്ട്. ഇഖ്ലാസ് ഇല്ലാത്ത നിസ്കാരം റബ്ബിന് വേണ്ട. എന്നാൽ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്ന മജ്‌ലിസ്, ഒരുപാട് നല്ലവരായ ഉമ്മമാരും കുട്ടികളുമുള്ള മജ്‌ലിസിൽ ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ, ലൈറ്റുകളില്ലാത്ത വീട്, ഫാനുകളില്ലാത്ത വീട്, നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, ആരാരുമില്ലാത്ത വീട്, പുഴുക്കളുള്ള വീട്, പാമ്പുകളുള്ള വീട്, തേളുകളുള്ള വീട്, ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മാന്റെ റെക്കമെൻഡില്ല, ഉപ്പാന്റെ റെക്കമെൻഡില്ല. എന്നാലും റെക്കമെൻഡ് ചെയ്യാൻ അല്ലാഹു തആല പെർമിഷൻ കൊടുത്ത ഒരു നേതാവ്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ അങ്ങനെ നിസ്കരിക്കുമ്പോ നിസ്കരിച്ച് കാല് വീങ്ങിയിട്ടുണ്ട്. അതാ കാലിന് നീര് വന്നിട്ടുണ്ട്. നബി തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നബി തങ്ങൾക്ക് ശിക്ഷ അല്ലാഹു കൊടുക്കില്ല. എന്നാലും ഒരുപാട് നിസ്കരിച്ച് കാലിന് നീര് വന്നപ്പോ ആയിഷ ബീവി പറഞ്ഞു, നബിയെ
തങ്ങൾക്ക് അല്ലാഹു എല്ലാം പുറത്തു തന്നിട്ടില്ലേ? തങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടായി നിസ്കരിക്കുന്നത്? ആ സമയത്തിന്റെ മുഅ്മിനീങ്ങളെ, അത് പറയാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല. നബി തങ്ങൾ പറഞ്ഞത്, ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ. ആരാണ് പറയുന്നത്? മുത്തുനബി തങ്ങള്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെറ്റും ചെയ്യൂല. അവിടുന്ന് എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആലാന്റെ റഹ്മത്തില്ലാതെ ഒരു സെക്കൻഡ് പോലും കഴിയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കണം. ഈ മജ്ലിസിൽ പങ്കെടുക്കുമ്പോ നിങ്ങൾ മജ്ലിസിൽ പങ്കെടുത്ത കാരണം കൊണ്ട് നമ്മുടെ ഉമ്മമാര് ഖബറിലുണ്ടോ? ആ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല് സവാബുണ്ട്. നമ്മുടെ ഉപ്പമാര് ഖബറിലുണ്ടോ? ആ ഉപ്പമാർക്ക് ഇതിന്റെ മിസ്ല് സവാബ് ഖബറിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലുതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണോ? അവിടുത്തേക്ക് ഒരു 500 സ്വലാത്ത് ചൊല്ലാത്ത 500 സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസവും ഉണ്ടാവാൻ പാടില്ല. എല്ലാ ദിവസവും നാം സ്വലാത്ത് ചൊല്ലണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ളത്തിലോ മനാമിലെങ്കിലും നമുക്ക് കാണാം. അതേ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നമ്മുടെ പരിസരത്തെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതേ ബദർ യുദ്ധത്തിന്റെ സ്വഹാബത്ത് സ്വഫ് റെഡിയാക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കുത്തു കൊടുത്തു. എന്തിനാണ്? ആ സ്വഫ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സംഭവം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ